Hello everyone. Formation of mathematical model to a linear programming problem. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LPPയിലെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നതാണ്. അതിന് 3 സ്റ്റെപ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സാണിത്. അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് മാക്സിമൈസേഷനിലാണോ മിനിമൈസേഷനിലാണോ നോക്കണം. പിന്നീട് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യും. പിന്നീട് അതിൻ്റെ കൺസ്ട്രെയിൻസ് ചെയ്യും. ലാസ്റ്റ് അതിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ 2 പ്രോബ്ലംസ് നോക്കാം. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. First question, a manufacturer of furniture makes 2 products, chairs and tables. Processing of these products is done on 2 machines A and B. A chair requires 2 hours on machine A and 6 hours on machine B. A table requires 5 hours on machine A and no time on machine B. There are 60 hours of time per day available on machine A and 30 hours on machine B. Profit gained by the manufacturer from a chair is ₹1 and from a table is ₹5 respectively. Formulate the problem into a LPP in order to maximize the total profit. A manufacturer of furniture makes 2 products, chairs and tables. ഒരു ഫർണിച്ചർ മാനുഫാക്ചറർ 2 പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചെയർസും ടേബിൾസും. ഇങ്ങനെ എഴുതി ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പ്രോസസ്സിംഗ് ഓഫ് ദിസ് പ്രോഡക്റ്റ് ഈസ് ഡൺ ഓൺ 2 മെഷീൻസ് എ ആൻഡ് ബി. ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം തന്നെ പ്രോസസ്സിംഗ് 2 മെഷീൻസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ചെയറിൻ്റെ പ്രോസസ്സിംഗ് എ എന്നുള്ള മെഷീൻ വെച്ചും ബി എന്നുള്ള മെഷീൻ വെച്ചും ചെയ്യുന്നുണ്ട്. ടേബിൾസിൻ്റെ പ്രോസസ്സിംഗ് എ എന്നുള്ള മെഷീൻ ചെയ്യും, ബി എന്നുള്ള മെഷീൻ വെച്ചും ചെയ്യുന്നുണ്ട്. എ ചെയർ റിക്വയർസ് 2 hours ഓൺ മെഷീൻ എ ആൻഡ് 6 hours ഓൺ മെഷീൻ ബി. ചെയറിന് മെഷീൻ എയിൽ 2 hours മെഷീൻ ബിയിൽ 6 hours എടുക്കുന്നത്. A table requires 5 hours on machine A and no time on machine B. ടേബിൾ എ എന്ന മെഷീനിൽ 5 hours മെഷീൻ ബിയിൽ നോ ടൈം എന്നുമാണ് തന്നിരിക്കുന്നത്. There are 60 hours of time per day available on machine A. മെഷീൻ എക്ക് ഒരു ഡേ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് 16 hours ആണ്. ആൻഡ് 30 hours ഓൺ മെഷീൻ ബി. മെഷീൻ ബിക്ക് ഒരു ഡേ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള അവേഴ്സ് എന്ന് പറയുന്നത് 30 hours ആണ്. പ്രോഫിറ്റ് ഗെയിൻ ബൈ ദി മാനുഫാക്ചറർ ഫ്രം എ ചെയർ ഈസ് ₹1. ഒരു ചെയറിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ₹1 ആൻഡ് ഫ്രം എ ടേബിൾ ₹5 റെസ്പെക്റ്റീവ്ലി. ഒരു ടേബിളിൽ നിന്നും ഗെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് ₹5 ആണ്. ചെയറിലെ പ്രോഫിറ്റ് ₹1 ടേബിളിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹5 ആണ്. ഇത് വെച്ചിട്ടാണ് ഇക്വേഷൻസ് ഫോം ചെയ്യേണ്ടത്. ചെയർ x1 എന്നും ടേബിള് x2 എന്നും എടുക്കാം. അപ്പോൾ ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോം ചെയ്യണം. പ്രോഫിറ്റ് വെച്ചാണ് ചെയ്യുന്നത്. ചെയറിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ₹1. അപ്പോൾ ഇസഡ് ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇസഡ് ഈസ് ഈക്വൽ ടു x1. ചെയറിന് x1 ആണ് എടുത്തത്, അതുകൊണ്ട് x1 പ്രോഫിറ്റ് 1 ആയതുകൊണ്ടാണ് x1. അപ്പോൾ 2 ആയിരുന്നെങ്കിൽ 2x1 എന്ന് കൊടുക്കുമായിരുന്നു. ഇവിടെ 1 ആയതുകൊണ്ട് x1 പ്ലസ് ടേബിളിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് 5, അതുകൊണ്ട് 5 ടേബിളിനെ x2 എന്നാണ് എടുത്തത്, അപ്പോൾ 5x2. ഇസഡ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് 5x2. ഇനി കൺസ്ട്രെയിൻസ് ആണ് ഫോം ചെയ്യേണ്ടത്. ആദ്യം മെഷീൻ എയുടെ കേസ് എടുക്കാം. മെഷീൻ എയുടെ കേസ് എടുക്കുമ്പം ചെയർ മെഷീൻ എയിലൂടെ എടുക്കുന്നത് 2 hours ആണ്. അപ്പോൾ 2x1 പ്ലസ് ടേബിൾ എ എന്ന മെഷീനിലൂടെ എടുക്കുന്നത് 5 hours ആണ്. അപ്പോൾ 5x2. മെഷീന് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള അവേഴ്സ് 16 hours ആണ്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു 16. മാക്സിമൈസ് ആയതുകൊണ്ടാണ് ലെസ് ദാൻ ഈക്വൽ ടു 16. ഇനി അടുത്തത് മെഷീൻ ബിയുടെ കേസ് എടുക്കുമ്പോൾ ബി മെഷീനിലൂടെ എടുക്കുന്നത് 6 hours. അപ്പോൾ 6x1 പ്ലസ് ടേബിൾ ബിയിലൂടെ എടുക്കുന്നത് നോ ടൈം എന്നാണ് തന്നിരിക്കുന്നത്, അപ്പോൾ 0 ആയിട്ട് എടുക്കുന്നത്. ടോട്ടൽ അവേഴ്സ് 30. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ഇനി ഡിസിഷൻ വേരിയബിൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോം ചെയ്യാനായിട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് 5x2. അത് കിട്ടിയത് ചെയറിന് നമ്മൾ x1 എന്നാണ് എടുത്തത്. ചെയറിൽ നിന്ന് ഗെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് ₹1 ആണ്, അതുകൊണ്ട് 1x1 പ്ലസ് ടേബിളിൽ നമ്മൾ x2 എന്ന് എടുത്തു. ടേബിളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ₹5 ആണ്, അപ്പോൾ 5x2. ഇനി കൺസ്ട്രെയിൻസ് ഫോം ചെയ്യാനായിട്ട് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് മെഷീൻ എയും മെഷീൻ ബിയും ആണ്. മെഷീൻ എയുടെ കേസ് ചെയറിലെടുത്താൽ ചെയറിൽ
മെഷീൻ എയിലൂടെ എടുക്കുന്ന അവേഴ്സ് 2 hours ആണ്. അപ്പോൾ 2x1 പ്ലസ് ടേബിൾ എയിലൂടെ എടുക്കുന്ന 5 hours 5x2. ടോട്ടൽ അവേഴ്സ് ഒരു ഡേ അവൈലബിൾ ആയിട്ടുള്ളത് 16. അപ്പോൾ <<16. അടുത്തത് മെഷീൻ ബിയുടെ കേസ് എടുത്താൽ ചെയർ ബിയിലൂടെ എടുക്കുന്ന അവേഴ്സ് 6 hours ആണ്. അപ്പോൾ 6x1 പ്ലസ് ടേബിൾ ബിയിലൂടെ എടുക്കുന്ന നോട്ട് ടൈം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 0x2. മെഷീൻ ബിക്ക് ഒരു ഡേ അവൈലബിൾ ആയിട്ടുള്ള അവേഴ്സ് 30 hours. അപ്പോൾ <<30. ഡിസിഷൻ വേരിയബിൾസ് x1 > 0, x2 > 0. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A firm can produce 3 types of cloth, say A, B and C. 3 kinds of wool were required for it, say red wool, green wool and blue wool. 1 unit length of type A cloth needs 2 yards of red wool and 3 yards of blue wool. 1 unit length of type B cloth needs 3 yards of red wool, 2 yards of green wool and 2 yards of blue wool. And 1 unit of type C cloth needs 5 yards of green wool, 4 yards of blue wool. The firm has only a stock of 8 yards of red wool, 10 yards of green wool and 15 yards of blue wool. It is assumed that the income obtained from 1 unit length of type A cloth is ₹3, of type B cloth is ₹5 and of type C cloth is ₹4. Formulate mathematical model to the problem. A firm can produce 3 types of clothes, A, B and C. ഒരു ഫേമിന് 3 ടൈപ്പ് ക്ലോത്ത്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എ എന്നും ബി എന്നും സി എന്നും ഉള്ള 3 ക്ലോത്ത്സ്. 3 kinds of wool were required for it. ആ 3 പ്രൊഡ്യൂസ് ചെയ്യാൻ 3 kinds of wool ആണ് ഉപയോഗിക്കുന്നത്. സേ റെഡ് വൂൾ, ഗ്രീൻ വൂൾ ആൻഡ് ബ്ലൂ വൂൾ. ഏതൊക്കെ വൂളാണ്? റെഡ് വൂൾ, ഗ്രീൻ വൂൾ ആൻഡ് ബ്ലൂ വൂൾ. 1 unit length of type A cloth needs 2 yards of red wool and 3 yards of blue wool. ഒരു യൂണിറ്റ് ടൈപ്പ് എ ക്ലോത്തിന് വേണ്ടത് 2 yards റെഡ് വൂളും 3 yards ബ്ലൂ വൂളുമാണ്. 1 unit of length of type B cloth need 3 yards of red wool, 2 yards of green wool and 2 yards of blue wool. ബി ക്ലോത്തിന് ആവശ്യമായിട്ടുള്ളത് 3 yards ഓഫ് റെഡ് വൂൾ, 2 yards ഓഫ് ഗ്രീൻ വൂൾ, 2 yards ബ്ലൂ വൂൾ. And 1 unit of type C cloth needs 5 yards of green wool and 4 yards of blue wool. അതേപോലെ സി ക്ലോത്തിന് ആവശ്യമായിട്ടുള്ളത് 5 yards ഗ്രീൻ വൂളും 4 yards ബ്ലൂ വൂളുമാണ്. The firm has only stock of 8 yards of red wool, 10 yards of green wool and 15 yards of blue wool. ആ ഫേമിൽ റെഡ് വൂള് 8 yards അവൈലബിൾ ആയിട്ടുള്ളൂ. ഗ്രീൻ വൂള് 10 yardsഉം ബ്ലൂ വൂൾ 15 yardsഉം ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. It is assumed that the income obtained from 1 unit of length of type A cloth is ₹3, of type B cloth is ₹5 and of type C cloth is ₹4. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന എ ക്ലോത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നത് ₹3, ബി ക്ലോത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ₹5, സി ക്ലോത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നത് ₹4 ആണ്. ഫോർമുലേറ്റ് മാത്തമാറ്റിക്കൽ മോഡൽ ടു ദി പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ ഇതിന് മാത്തമാറ്റിക്കൽ മോഡൽ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോത്ത് എക്ക് x1 എന്നും ക്ലോത്ത് ബിക്ക് x2 എന്നും ക്ലോത്ത് സിക്ക് x3 എന്നും കൊടുക്കാം. എന്നിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോം ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് നോക്കാം. ആദ്യം പ്രോഫിറ്റാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ക്ലോത്ത് എ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് 3 ആണ്. അപ്പോൾ നമ്മൾ ക്ലോത്ത് എക്ക് x1 എന്നാണ് എടുത്തത്. അപ്പോൾ 3x1 പ്ലസ് ക്ലോത്ത് ബി ഗെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് 5 ആണ്. ബിയെ നമ്മൾ x2 എന്ന് എടുത്തു. അപ്പോൾ 5x2 പ്ലസ് ക്ലോത്ത് സിയെ നമ്മൾ x3 എന്ന് എടുത്തു. അത് ഗെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് ₹4 ആണ്. അപ്പം 4x3 ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോം ചെയ്തു. ഇനി കൺസ്ട്രെയിൻസ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ഓരോ വൂളിൻ്റെയും കേസ് എടുക്കാം. അപ്പം റെഡ് വൂള് ആവശ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ്? x1
x1 നമ്മൾ എയെ x1 എന്നും ബിയെ x2 എന്നും സിയെ x3 എന്നാണ് എടുത്തത്. അപ്പോൾ റെഡ് വൂൾ ആവശ്യമായിട്ടുള്ളത് x1ന് റെഡ് വൂൾ വേണം. അപ്പോൾ 2 യൂണിറ്റ് റെഡ് വൂൾ ആണ് വേണ്ടത്. 2x1 പ്ലസ് ബി ക്ലോത്തിനും x2 ക്ലോത്തിനും റെഡ് വൂൾ ആവശ്യമുണ്ട്. 3 യൂണിറ്റ് ആണ് വേണ്ടത്. 3x2 പ്ലസ് സിക്ക് റെഡ് വൂൾ വേണ്ട. അപ്പം നമുക്ക് 0x3 എന്ന് എടുക്കാം. റെഡ് വൂൾ അവിടെ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് 8 ആണ്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു 8. അതേപോലെ ഇനി ഗ്രീൻ വൂൾ എടുത്താൽ x1 ക്ലോത്തിന് ഗ്രീൻ വൂൾ വേണ്ട. അപ്പോൾ 0x1 പ്ലസ് x2 ക്ലോത്തിന് ഗ്രീൻ വൂൾ വേണം. 2 യൂണിറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ 2x2 പ്ലസ് x3 ക്ലോത്തിന് ഗ്രീൻ വൂൾ 5 യൂണിറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ 5x3. അവിടെ ഗ്രീൻ വൂൾ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് 10 ആണ്. ലെസ് ദാൻ ഈക്വൽ ടു 10. അതേപോലെ ബ്ലൂ വൂളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ x1ന് വേണ്ടത് 3 യൂണിറ്റ്സ് ആണ്. 3x1 പ്ലസ് x2ന് വേണ്ടത് 2 യൂണിറ്റ് ബ്ലൂ വൂളാണ്. അപ്പോൾ 2x2 പ്ലസ് x3 ക്ലോത്തിന് വേണ്ടത് 4 യൂണിറ്റ് ബ്ലൂ വൂളാണ്. അപ്പോൾ 4x3. അവിടെ ബ്ലൂ വൂൾ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് 15 ആണ്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു 15. എന്നിട്ട് ഡിസിഷൻ വേരിയബിൾസ് എടുക്കുമ്പോൾ x1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, x3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മൾ ക്ലോത്ത് എക്ക് x1 എന്നും ക്ലോത്ത് ബിക്ക് x2 എന്നും ക്ലോത്ത് സിക്ക് x3 എന്നും ആണ് കൊടുത്തത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോം ചെയ്യാനായിട്ട് എ ഗെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് 3 ആണ്. 3x1 പ്ലസ് ബി അതായത് x2 5x2 പ്ലസ് സി അതായത് x3 ഗെയിൻ ചെയ്യുന്നത് 4 ആണ്. അപ്പോൾ 4x3. ഇനി കൺസ്ട്രെയിൻസ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ഓരോ വൂളിൻ്റെ കേസാണ് എടുക്കുന്നത്. റെഡ് വൂൾ ആണ് എടുക്കുകയാണെങ്കിൽ x1ന് ആവശ്യമായിട്ടുള്ള റെഡ് വൂൾ 2 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 2x1. x2ന് റെഡ് വൂൾ 3 യൂണിറ്റ് ആണ്. അപ്പോൾ 3x2. x3ക്ക് റെഡ് വൂൾ വേണ്ട. അപ്പോൾ 0x3. അവിടെ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള റെഡ് വൂൾ 8 ആണ്. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു 8. അടുത്ത് ഗ്രീൻ വൂളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ x1ന് ഗ്രീൻ വൂൾ വേണ്ട. അപ്പോൾ 0x1 പ്ലസ് x2ന് ഗ്രീൻ വൂൾ 2 യൂണിറ്റ്സ് 2x2. x3ക്ക് ഗ്രീൻ വൂൾ 5 യൂണിറ്റ്സ്. അപ്പോൾ 5x3. ടോട്ടൽ അവൈലബിൾ 10. ലെസ് ദാൻ ഈക്വൽ ടു 10. ബ്ലൂ വൂളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ x1ന് 3 യൂണിറ്റ് 3x1 പ്ലസ് x2ന് 2 യൂണിറ്റ്സ് 2x2 പ്ലസ് x3ക്ക് 4 യൂണിറ്റ് 4x3. ടോട്ടൽ അവൈലബിൾ 15. ലെസ് ദാൻ ഈക്വൽ ടു 15. പിന്നെ ഡിസിഷൻ വേരിയബിൾസ് x1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, x3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. മാത്രമല്ല കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. താങ്ക് യു.